ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ രണ്ട് കാര്യം പറയാം. ഒന്ന്, ദൃശ്യം 3യെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. രണ്ട്, വലതുവശത്തെ കള്ളൻ കണ്ടു. അതിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ പടത്തിൽ ഇർഷാദ് ബിജുമേനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, എന്തൊക്കെയാണ് സാറേ ഇപ്പം നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നതെന്ന്. ഇത് തന്നെയാണ് പേഴ്സണലി പടം കണ്ടപ്പോൾ എനിക്കും തോന്നിയത്. എന്തൊക്കെയോ സംഭവിക്കുന്നു, കുറേ പോലീസുകാർ അങ്ങോട്ട് ഓടുന്നു, കുറേ പോലീസുകാർ ഇങ്ങോട്ട് ഓടുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നൊരു പടം. അതായത് ഈ പടത്തിൻ്റെ ട്രെയിലർ പോലും കാണാതെ ഞാൻ പടത്തിന് പോയത്. കാരണം ജിത്തു ജോസഫിൻ്റെ ആ പേര് ഓഫ് കോഴ്സ് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷേ ഒന്നുമില്ല പടത്തിൽ. ഇത് പടത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈൻഡ് ഗെയിം, പസിൽ ഗെയിം, ത്രില്ലർ എന്നൊക്കെ പറയാം. ഫസ്റ്റ് ഹാഫ് സ്ലോ പേസിലാണ്, എന്ന് വെച്ചാൽ കഥയിലേക്ക് കയറുന്നു, പക്ഷെ വലുതായിട്ടൊന്നും കഥയിലേക്ക് കയറുന്നില്ല. സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫിൽ തരുന്ന നമുക്ക് കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സെക്കൻഡ് ഹാഫിൽ നമ്മളെ എൻഗേജിങ് ആയിട്ട് ഇരുത്തി ക്ലിയർ ആക്കുന്നുണ്ട് പടം. പക്ഷേ എവിടേക്ക് എന്തൊക്കെയോ പേഴ്സണലി എനിക്ക് അത്ര ബോധ്യമായില്ല പടം. പക്ഷേ ജിത്തു ജോസഫിനെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ദൃശ്യം സീരീസ്, ഡിറ്റക്റ്റീവ്, മെമ്മറീസ് ഇതിൻ്റെയൊക്കെ ഡയറക്ടറാണ്. മമ്മി ആൻഡ് മീ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ലോ പടങ്ങളുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി, ആ പടമൊക്കെ പുള്ളിയുടെ പടമാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ പടത്തെക്കുറിച്ച് പറയാനായിട്ട് വലിയ ഒന്നുമില്ല പടത്തിൽ. പക്ഷേ ഈ പടം കണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ച മിക്ക കാര്യങ്ങളും ദൃശ്യത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ ഇതിലും ദൃശ്യം ഫസ്റ്റിലെ കുറേ ക്യാമറ ആംഗിൾസ്, പിന്നെ ഏതപ്പായണ ഈ കോതമംഗലം എന്ന് പറയണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറേ എക്സ്പ്രഷൻസ്, എന്തിനാണെന്ന് മനസ്സിലായില്ല. പടത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഓഫ് കോഴ്സ് ജിത്തു ജോസഫാണ്. പിന്നെ ഇതിൻ്റെ കഥാതിരക്കുന്ന സംഭാഷണം എന്ന് പറയുന്നത് ബിനു തോമസ് ഈലൻ എന്ന് പറയുന്നത് പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നത്. ക്യാമറ ഓഫ് കോഴ്സ് നമ്മുടെ ജിത്തു ജോസഫിൻ്റെ പേഴ്സണൽ ക്യാമറാമാൻ സതീഷ് കുറുപ്പ്, ദൃശ്യം 2, പിന്നെ 12th മാൻ, നേര്, പിന്നെ മോഹൻലാലിൻ്റെ പ്രണയം, ജിത്തു ജോസഫിൻ്റെ തന്നെ കൂമൻ, ഇതിൻ്റെയൊക്കെ ക്യാമറാമാൻ സതീഷ് കുറുപ്പ് തന്നെയാണ്. പിന്നെ പ്രൊഡ്യൂസർ നമ്മുടെ ഷാജി നരേശൻ, അതായത് ഓഗസ്റ്റ് സിനിമയുടെ ഓണർ, നമ്മുടെ ഉറുമിയുടെ ഒക്കെ പ്രൊഡ്യൂസർ. ഉത്തരാൻ്റെയൊക്കെ കൂടെ ഒരു പാർട്ണറായിരുന്ന പുള്ളി ഇപ്പോൾ 1-2 പടങ്ങൾ ഇൻഡിവിജ്വലി ചെയ്തായിരുന്നു. അതിലൊരു പടമാണിത്. അപ്പോൾ ഈ പടം കണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചിരുന്ന കാര്യം, ഞാനൊരു വർക്കിംഗ് പേഴ്സണാണ്. എനിക്ക് സിനീഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കഥ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എന്നോട് കുറച്ച് ഒരു കോമഡി സ്റ്റോറിയും, കോമഡി ഫാമിലി എൻ്റർടൈനറും, അതേപോലെ ഒരു ത്രില്ലർ സ്റ്റോറിയും പറഞ്ഞ് കേൾപ്പിക്കുകയാണ് രണ്ടായി. അപ്പോൾ പുള്ളിയുടെ കഥ ഇതിൽ വളരെ ബെറ്ററാണ്. ഒരു ത്രില്ലർ സ്റ്റോറി പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് സിനിമയാക്കി കണ്ടിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നമുക്ക് അടുത്തൊരു റിവ്യൂവിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.